നമസ്കാരം, ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. നികുതി വർധനയിലൂടെ ഭക്ഷ്യവിലകൾ വലിയ തോതിൽ ഉയർന്നേക്കാമെന്ന മുന്നറിയിപ്പുമായി ബ്രിട്ടനിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ. വരുന്ന ബജറ്റിൽ വീട്ടുടമകൾക്കുമേൽ ആഡംബര നികുതിക്ക് പുറമെ ഒരു പുതിയ മാൻഷൻ ടാക്സ് കൂടി ചുമത്താൻ ലേബർ സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ. യുകെയിൽ ജോലി സ്ഥലത്തെ വംശീയ സംഭവങ്ങളെ കുറിച്ച് നഴ്സുമാർ ഹെൽപ്പ് ലൈനിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ എണ്ണം 3 വർഷത്തിനിടെ വർദ്ധിച്ചത് 55% എന്ന് ഞെട്ടിക്കുന്ന കണക്കുകൾ. ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തുന്നതിന് മുൻപ് ഒരു സംയുക്ത വ്യാപാര കരാറിനുള്ള ചട്ടക്കൂടിൽ ധാരണയിലെത്തി യുഎസും ചൈനയും. ബ്രഹ്മോസിന്റെ ഹൈപ്പർസോണിക് വകഭേദമായ ബ്രഹ്മോസ് 2 തദ്ദേശീയമായി ഇന്ത്യയിൽ നിർമ്മിക്കുമെന്ന് റിപ്പോർട്ട്. ഇതിനായി നിർത്തിവെച്ച ചർച്ചകൾ ഇന്ത്യയും റഷ്യയും പുനരാരംഭിച്ചു. പാകിസ്ഥാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ ഇന്ത്യയുമായുള്ള നല്ല പങ്കാളിത്തത്തിന് ഒരു വിലങ്ങുതടിയാകില്ല എന്ന് വ്യക്തമാക്കി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. നീണ്ട 5 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് യുകെയിലേക്ക് വീണ്ടും സർവീസ് ആരംഭിച്ചു. രാജ്യവുമായി അഫ്ഗാനിസ്ഥാൻ യാതൊരു ധാരണയും ഉണ്ടാക്കാത്ത പക്ഷം തുറന്ന യുദ്ധം നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ് മുന്നറിയിപ്പ് നൽകി. ഇസ്താംബൂളിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നടക്കുന്ന 2ാം ഘട്ട സുരക്ഷാ രാഷ്ട്രീയ ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് ആസിഫിന്റെ ഭീഷണി. കർണൂലിൽ 20 പേരുടെ മരണത്തിനിടയാക്കിയ ബസ് അപകടത്തിന് പിന്നിലെ കാരണങ്ങൾ പുറത്തു വന്നപ്പോൾ തെളിയുന്നത് റോഡ് സുരക്ഷയിലെ വൻ പാളിച്ചകൾ. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വിന്റർ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. സർവീസുകൾ 22% കൂടും. വാർത്തകൾ വിശദമായി. നികുതി വർധനയിലൂടെ ഭക്ഷ്യവിലകൾ വലിയ തോതിൽ ഉയർന്നേക്കാമെന്ന മുന്നറിയിപ്പുമായി ബ്രിട്ടനിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ. ടെസ്കോ, അസ്ദ, സെയിൻസ്ബറീസ്, മോറിസൺസ്, ലിഡിൽ, ആൻഡി, ഐസ്ലാൻഡ്സ്, വെയ്റ്റ്രോസ്, M&S തുടങ്ങിയവ ചേർന്ന് ചാൻസലർ റേച്ചൽ റീവ്സിന് നൽകിയ സംയുക്ത കത്തിലാണ് മുന്നറിയിപ്പ്. നികുതി ഭാരങ്ങൾ കൂടിയാൽ ഉപഭോക്താക്കൾക്കുള്ള വിലക്കുറവ് ഉറപ്പാക്കുന്നത് ദുഷ്കരമാവുമെന്നും അവർ വ്യക്തമാക്കി. അടുത്ത മാസം അവതരിപ്പിക്കാനിരിക്കുന്ന ശൈത്യകാല ബജറ്റിന് മുൻപ് റീവ്സ് നികുതി വർധനവിന് തയ്യാറെടുക്കുന്നതിനായി സൂചനകളുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയും ഉയർന്ന കടഭീഷണിയുമാണ് ചാൻസലറെ കഠിന തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പൊതുധനകാര്യത്തിൽ 22 ബില്യൺ കുറവുണ്ടെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസ്ക്കൽ സ്റ്റഡീസ് കണക്കുകൾ ഇതിനോടകം പുറത്തു വന്നിരുന്നു. ഇതിനകം തന്നെ തൊഴിലുടമകൾ അടയ്ക്കേണ്ട നാഷണൽ ഇൻഷുറൻസ് നിരക്കുകൾ ഉയർത്തിയ സാഹചര്യത്തിൽ സൂപ്പർ മാർക്കറ്റുകൾക്ക് 2025 മാത്രം 7 ബില്യൺ അധിക ഭാരം ഉണ്ടാകുമെന്ന് ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോർഷ്യം ചൂണ്ടിക്കാട്ടി. വരുന്ന ബജറ്റിൽ വീട്ടുടമകൾക്കുമേൽ ആഡംബര നികുതിക്ക് പുറമെ ഒരു പുതിയ മാൻഷൻ ടാക്സ് കൂടി ചുമത്താൻ ലേബർ സർക്കാർ ആലോചിക്കുന്നതായ വാർത്തകൾ പുറത്തുവരുന്നു. ഈ നിർദ്ദേശം അനുസരിച്ച് 2 മില്യൺ പൗണ്ടിലധികം വിലയുള്ള വീടുകൾക്ക് 2 മില്യണിലധികമുള്ള വിലയിൽ 1% അധിക നികുതി നൽകേണ്ടതായി വരും. ഉദാഹരണത്തിന് 3 മില്യൺ പൗണ്ട് വിലയുള്ള വീടാണെങ്കിൽ 1 മില്യൺ പൗണ്ടിന് 1% നിരക്കിൽ മാൻഷൻ ടാക്സ് ചുമത്തും. അതായത് പ്രതിവർഷം 10,000 പൗണ്ട് മാൻഷൻ ടാക്സ് ആയി നൽകേണ്ടി വരും. ധനികരെ പിഴിഞ്ഞ് സർക്കാർ ഖജനാവിന് മുതൽക്കൂട്ടാക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന റേച്ചൽ റീവ്സിന്റെ ശരത്കാല ബജറ്റിൽ ഏറ്റവും പുതിയതായി വരാനിരിക്കുന്ന നികുതി നിർദ്ദേശമാണിത്. 40 ബില്യൺ പൗണ്ടിന്റെ പൊതുധന കമ്മി നികത്തുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ലേബർ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ലംഘിച്ചുകൊണ്ട് വരുമാന നികുതിയിലും വർധനവ് വരുത്തുമെന്നാണ് സൂചന. അതുപോലെ പെൻഷൻകാരുടെ നികുതിരഹിത അലവൻസും കുറയ്ക്കാൻ ഇടയുണ്ട്. നീണ്ട 5 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് യുകെയിലേക്ക് വീണ്ടും സർവീസ് ആരംഭിച്ചു. ഇസ്ലാമാബാദിൽ നിന്നും മാഞ്ചസ്റ്ററിലേക്കുള്ള ആദ്യ ബോയിംഗ് 777 വിമാനം ശനിയാഴ്ച എത്തി. വ്യാജ പൈലറ്റ് ലൈസൻസുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പിന്റെ വെളിച്ചത്തിൽ നടപ്പിലാക്കിയ നിരോധനം കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് UK സർക്കാർ പിൻവലിച്ചത്. കറാച്ചിയിൽ നടന്ന ഒരു വിമാനാപകടത്തിൽ 100ഓളം പേർ മരിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വിമാനത്തിലെ പൈലറ്റിന്റെ ലൈസൻസ് വ്യാജമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് UKയും യൂറോപ്യൻ യൂണിയനും 2020 പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ സർവീസുകൾ നിർത്തിവെച്ചിരുന്നു. വിപുലമായ രീതിയിൽ നടത്തിയ സെക്യൂരിറ്റി ഓഡിറ്റുകൾക്കു ശേഷം 2024 നവംബറിൽ യൂറോപ്യൻ യൂണിയൻ PIAക്ക് യൂറോപ്പിലേക്ക് സർവീസ് നടത്താൻ അനുമതി നൽകിയിരുന്നു. ഈ വർഷം ജനുവരി മുതൽ സർവീസ് പുനരാരംഭിക്കാമെന്നായിരുന്നു അനുമതി നൽകിയത്. മാഞ്ചസ്റ്ററിലേക്കുള്ള വിമാന സർവീസ് പുനരാരംഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് ലണ്ടനിലേക്കും ബിർമിംഗ്ഹാമിലേക്കും സർവീസുകൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും അറിയിച്ചു. ബ്രിട്ടനിലെ ഏറ്റവും വലിയ മൊബൈൽ നെറ്റ്വർക്ക് O2 നിരക്ക് വീണ്ടും വർദ്ധിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചു. ഏകദേശം 23.2 മില്യൺ ഉപഭോക്താക്കളെ O2വിന്റെ ഈ നീക്കം ബാധിക്കുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ തന്നെ വർദ്ധിച്ച ജീവിത ചെലവുകളാൽ വലയുന്നവർക്ക് ഒരു ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് O2വിന്റെ ഈ നീക്കം. വെർജിൻ മീഡിയ O2വിന്റെ ഉടമസ്ഥതയിലുള്ള ടെലികോം കമ്പനി പണപ്പെരുപ്പ നിരക്കിന് ആനുപാതികമായാണ് വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.
ഇതുവഴി ഉപഭോക്താക്കളുടെ പ്രതിമാസ ബില്ലിൽ 8.8% വരെ വർധനവ് അനുഭവപ്പെട്ടേക്കാം. ഉപഭോക്താക്കൾക്ക് അടുത്ത ഏപ്രിൽ മുതലായിരിക്കും വർധനവ് ബാധകമാവുക. UK-യിൽ ജോലി സ്ഥലത്തെ വംശീയ സംഭവങ്ങളെ കുറിച്ച് നഴ്സുമാർ ഹെൽപ്പ് ലൈനിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ എണ്ണം 3 വർഷത്തിനിടെ 55% വർദ്ധിച്ചു. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് വിശകലനം അനുസരിച്ച് ജോലി സ്ഥലത്തെ വംശീയ സംഭവങ്ങൾക്ക് ശേഷം ഉപദേശവും പിന്തുണയും തേടി നഴ്സുമാരിൽ നിന്ന് ഈ വർഷം 1000-ലധികം കോളുകൾ ലഭിക്കുമെന്നാണ് സൂചന. 2022-ൽ ഇത് ഏകദേശം 700 കേസുകളായിരുന്നു. നിങ്ങൾ ഞങ്ങളിൽ ഒരാളല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതും ഒരു രോഗിയും അവരുടെ കുടുംബവും ഒരു നഴ്സിന്റെ പരിചരണം ആവർത്തിച്ചു നിരസിച്ചതും നഴ്സിനെ അടിമ എന്ന് പരാമർശിക്കുന്നതും ഉൾപ്പെടുന്നു. വംശീയാധിക്ഷേപത്തിന്റെ ഉദാഹരണങ്ങളിൽ ഇതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാരീസിലെ ലൂവ്രെ മ്യൂസിയത്തിൽ നിന്ന് കിരീടാഭരണങ്ങൾ മോഷ്ടിക്കാൻ സഹായിച്ചതായി കരുതുന്ന 2 പ്രതികളെ ഫ്രഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരാഴ്ച മുൻപാണ് മ്യൂസിയത്തിൽ നിന്നും അതിവിദഗ്ധമായി 76 മില്യൺ പൗണ്ട് വിലമതിക്കുന്ന ആഭരണങ്ങൾ കവർന്നത്. തലസ്ഥാനത്തെ ചാൾസ് ഡി ഗല്ലെ വിമാനത്താവളത്തിൽ ശനിയാഴ്ച രാത്രി 10 മണിയോടെ സായുധ ഗുരുതര കവർച്ചാ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി ഞായറാഴ്ച മാധ്യമ റിപ്പോർട്ടുകൾ പാരീസ് പബ്ലിക് പ്രോസിക്യൂട്ടർ ലോർ ബെക്വ സ്ഥിരീകരിച്ചു. പാരീസ് മേഖലയിൽ നിന്നും 2ാമത്തെ പ്രതിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്ന് അന്വേഷണത്തോട് അടുത്ത ഉദ്യോഗസ്ഥർ ഫ്രഞ്ച് മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു. ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തുന്നതിന് മുൻപ് US-ഉം ചൈനയും ഒരു സംയുക്ത വ്യാപാര കരാറിനുള്ള ചട്ടക്കൂടിൽ ധാരണയിലെത്തി. ഇതോടെ ചൈനയ്ക്ക് മേൽ ട്രംപ് ചുമത്തിയ താരിഫ് നീക്കം ചെയ്യുമെന്നാണ് സൂചന. ഞായറാഴ്ച മലേഷ്യയിൽ നടന്ന ആസിയാൻ ഉച്ചകോടിക്കിടെ രൂപപ്പെടുത്തിയ കരാർ നവംബർ 1 മുതൽ ആരംഭിക്കുന്ന ചൈനീസ് ഇറക്കുമതികൾക്ക് 100% തീരുവ ചുമത്തുമെന്ന ഭീഷണി നീക്കം ചെയ്യുമെന്നും US-ൽ ടിക്ടോക്കിന്റെ വിൽപ്പനയെക്കുറിച്ചുള്ള അന്തിമ കരാർ ഉൾപ്പെടുമെന്നും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. ഉച്ചകോടിക്കായ ഞായറാഴ്ച ട്രംപ് മലേഷ്യയിലെത്തി. 5 ദിവസത്തെ ഏഷ്യൻ പര്യടനത്തിനിടെ വ്യാഴാഴ്ച ദക്ഷിണ കൊറിയയിൽ ഡൊണാൾഡ് ട്രംപും ഷീ ജിൻപിങ്ങും മുഖാമുഖം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കനാരി ദ്വീപുകളിലെ റിസോർട്ട് പട്ടണമായ കോസ്റ്റ ടെഗീസിൽ ഹോട്ടലിലെ ബാൽക്കണിയിൽ നിന്ന് വീണ് ഒരു ബ്രിട്ടീഷ് വിനോദസഞ്ചാരി മരിച്ചു. മറ്റൊരു ബ്രിട്ടീഷ് പൗരന് ഗുരുതരമായി പരിക്കേറ്റു. ബാൽക്കണി റെയിലിംഗ് തകർന്നു വീണതാണ് അപകടത്തിനു കാരണമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ശനിയാഴ്ച പുലർച്ചെ ഏകദേശം 1:30ഓടെയായിരുന്നു സംഭവം. ഇരുവരും ഏകദേശം 20 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണതായി പോലീസ് അറിയിച്ചു. അപകട സമയത്ത് അടിയന്തര സേവന സംഘം സ്ഥലത്തെത്തിയെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിക്കാനായില്ല. മറ്റേയാളെ ഗുരുതരാവസ്ഥയിൽ ഡോക്ടർ ഹോസെ മൊളിന ഓറോസ ആശുപത്രിയിലെ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഹോട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങളും റെയിലിംഗിന്റെ പരിപാലനവും സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചതായി സ്പാനിഷ് സിവിൽ ഗാർഡ് അറിയിച്ചു. ജയിലിൽ നിന്ന് തെറ്റായി മോചിപ്പിക്കപ്പെട്ട എപ്പിംഗ് സ്വദേശിയായ ലൈംഗികാതിക്രമ കേസിലെ പ്രതി ഹദുഷ് ഗർബർ സ്ലാബി കെപ്പാറ്റുയെ പോലീസ് വീണ്ടും പിടികൂടി. കഴിഞ്ഞ വെള്ളിയാഴ്ച ചെംസ്ഫോർഡ് ജയിലിൽ നിന്ന് തെറ്റായി വിട്ടയച്ച കെബാറ്റുവിനെ ഞായറാഴ്ച രാവിലെ ഫിബൻസ്ബറി പാർക്ക് പ്രദേശത്ത് വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജയിലിലെ പിഴവാണ് ഇയാളുടെ മോചനത്തിന് കാരണമായതെന്ന് അധികാരികൾ സ്ഥിരീകരിച്ചു. ഒരു സ്ത്രീയെയും 14 വയസ്സുകാരിയെയും ലൈംഗികമായി ആക്രമിച്ചതിന് എത്യോപ്യൻ വംശജനായ കെബാറ്റുവിനെ കഴിഞ്ഞ സെപ്റ്റംബറിൽ 12 മാസത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം ചാരനിറത്തിലുള്ള ജയിലുടുപ്പും കയ്യിൽ സാധനങ്ങളുള്ള പ്ലാസ്റ്റിക് ബാഗുമായാണ് ഇയാളെ പല ട്രെയിനുകളിലായി ലണ്ടൻ മുഴുവൻ സഞ്ചരിക്കുന്നതായി CCTV-യിൽ കണ്ടത്. പിന്നീട് പൊതുജനങ്ങൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മെട്രോപൊളിറ്റൻ പോലീസ് ഇയാളെ കണ്ടെത്തിയത്. മനുഷ്യപ്പിശകാണ് മോചനത്തിന് പിന്നിലെന്ന് ജയിൽ തലവന്മാർ വ്യക്തമാക്കി. മോചന ഉത്തരവിൽ പിഴവ് വരുത്തിയ ഉദ്യോഗസ്ഥനെ താൽക്കാലികമായി ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള സമാധാന കരാർ ഒപ്പുവെച്ചതിനെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കംബോഡിയൻ പ്രധാനമന്ത്രി ഹുൻ സെൻ നോബൽ സമ്മാന പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തതായി ദി സൺ റിപ്പോർട്ട് ചെയ്തു. ഇരു അയൽ രാജ്യങ്ങൾക്കുമിടയിലെ ദീർഘകാല അതിർത്തി സംഘർഷം അവസാനിപ്പിച്ച് സ്ഥിര സമാധാനം സ്ഥാപിക്കാൻ ട്രംപ് നൽകിയ നേതൃത്വത്തിന് കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതിനായാണ് ഹുൻ സെൻ നടത്തിയ സമാധാന നൊബേൽ നാമനിർദ്ദേശം. ഞായറാഴ്ച മലേഷ്യയിലെ കോലാലംപൂരിൽ നടന്ന ചടങ്ങിലാണ് തായ്ലൻഡും കംബോഡിയയും കോലാലംപൂർ സമാധാന കരാറിൽ ഒപ്പുവെച്ചത്. കരാർ ഒപ്പിടൽ ചടങ്ങിൽ ട്രംപ് നേരിട്ട് സന്നിഹിതനായിരുന്നു. പാകിസ്ഥാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ ഇന്ത്യയുമായുള്ള നല്ല പങ്കാളിത്തത്തിന് ഒരു വിലങ്ങുതടിയാവില്ല എന്ന് വ്യക്തമാക്കി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യയുമായി അമേരിക്കയ്ക്ക് അഗാധവും ചരിത്രപരവും പ്രധാനപ്പെട്ടതുമായ സൗഹൃദമുണ്ട് എന്നും അദ്ദേഹം വിശദീകരിച്ചു. തീവ്രവാദ വിരുദ്ധ സഹകരണത്തിൽ പാകിസ്ഥാനുമായി വാഷിംഗ്ടണിന് ദീർഘകാല ചരിത്രമുണ്ട്. സാധ്യമെങ്കിൽ ഈ ബന്ധം അതിനപ്പുറത്തേക്ക് വികസിപ്പിക്കാൻ US ആഗ്രഹിക്കുന്നു. US നടപ്പിലാക്കുന്നത് പ്രായോഗികമായ വിദേശ നയമാണെന്ന് റൂബിയോ ഊന്നി പറഞ്ഞു. ഒന്നിലധികം പങ്കാളികളുമായി ഒരേ സമയം ഇടപഴകാൻ വേണ്ടിയാണ് ഈ നയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ചരിത്രപരമായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾ കാരണം ആശങ്കകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് US-ന് അറിയാം.
എങ്കിലും US-ന് നിരവധി രാജ്യങ്ങളുമായി ബന്ധം ആവശ്യമുണ്ട് എന്ന് ഇന്ത്യ മനസ്സിലാക്കണമെന്ന് റൂബിയോ പറഞ്ഞു. 2026 ഇടക്കാല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 2028 US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമെന്ന് കാലിഫോർണിയയിലെ ഡെമോക്രാറ്റിക് ഗവർണർ ഗാവിൻ ന്യൂസം CBS ന്യൂസ് സൺഡേ മോർണിംഗിനോട് പറഞ്ഞു. ഗവർണർ എന്ന നിലയിൽ ഗാവിന്റെ കാലാവധി 2027 ജനുവരിയിൽ അവസാനിക്കും. കാലാവധി പരിധി കാരണം അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാൻ കഴിയില്ല. അതിനിടയിലാണ് താൻ US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് ഗാവിൻ വ്യക്തമാക്കിയത്. ന്യൂസിലാൻഡിലെ വെൻഗാരി ഹോസ്പിറ്റലിലെ ജീവനക്കാരുടെ കാർ പാർക്കിംഗിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമുണ്ടായ വലിയ തീപിടുത്തത്തിൽ കുറഞ്ഞത് 28 വാഹനങ്ങൾ കത്തിനശിക്കുകയും മറ്റ് നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഹോസ്പിറ്റൽ ക്യാമ്പസിനും റൗമാങ്ക സ്ട്രീമിനും ഇടയിലുള്ള ജീവനക്കാരുടെ കാർ പാർക്കിൽ തീ പടർന്നു പിടിച്ചത്. പ്രധാന ആശുപത്രി കെട്ടിടങ്ങളിൽ നിന്ന് ഏകദേശം 200 മീറ്റർ അകലെയാണ് ഈ കാർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. CCTV ദൃശ്യങ്ങളും പ്രാഥമിക റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് പാർക്ക് ചെയ്തിരുന്ന ഒരു വാഹനത്തിന്റെ ചൂടുള്ള എക്സ്ഹോസ്റ്റ് പൈപ്പ് ഉണങ്ങിയ പുല്ലുമായി സമ്പർക്കം പുലർത്തിയതാണ് തീപിടുത്തത്തിന് കാരണമായത് എന്നാണ്. അതിശക്തമായ കാറ്റ് തീ പടരുന്നതിന് ആക്കം കൂട്ടുകയും പാർക്ക് ചെയ്തിരുന്ന 2 നിര കാറുകളിലേക്ക് അത് വേഗം വ്യാപിക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ നിയന്ത്രിച്ചിരുന്നത് അമേരിക്കയാണെന്ന വെളിപ്പെടുത്തൽ ഏറെ ഗൗരവകരമാണ്. മുൻ CIA തലവനും പാകിസ്ഥാനിലെ തീവ്രവാദ വിരുദ്ധ നീക്കങ്ങളുടെ ചുമതലക്കാരനുമായ മുതിർന്ന ഉദ്യോഗസ്ഥന്റേതാണ് ഈ വെളിപ്പെടുത്തൽ. ആണവായുധം കയ്യിലുണ്ട്, എപ്പോൾ വേണമെങ്കിലും പൊട്ടിക്കാം, ഇന്ത്യയെ ഭസ്മമാക്കി കളയും എന്നൊക്കെ പറഞ്ഞ് പാക്കികൾ കുറിച്ചതൊക്കെ വെറുതെയാണ്. പാക്കികളുടെ കയ്യിൽ ആണവായുധത്തിന്റെ പെട്ടി മാത്രമേ ഉള്ളൂ. അതിന്റെ നട്ടലുമില്ല, താക്കോലുമില്ല. പൂട്ടിയിരിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ അമേരിക്ക തന്നെ. അമേരിക്കയിൽ ഏത് പ്രസിഡന്റ് അദ്ദേഹത്തിൽ വന്നാലും ആദ്യം നോക്കുന്നത് പാകിസ്ഥാനിലെ ആണവായുധ പെട്ടിയുടെ താക്കോൽ കയ്യിലുണ്ടോ എന്നാണ്. പാകിസ്ഥാന് നട്ടലില്ലെന്ന് വീണ്ടും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം രാജ്യത്തിന്റെ കണ്ടുപിടുത്തമായ ആണവായുധം, അതായത് ഏറ്റവും ശേഷിയുള്ള, ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള സ്വന്തം രാജ്യത്തിന്റെ നട്ടല് പോലും പണയം വെച്ച് പാകിസ്ഥാനികൾ ഉണ്ടാക്കിയെടുത്തെന്ന് പറയുന്ന ആ ആണവായുധം, അത് പാകിസ്ഥാനികൾ അമേരിക്കയ്ക്ക് തൂക്കിവിറ്റു എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അമേരിക്കയ്ക്ക് രാജ്യത്തിന്റെ തണ്ടല് തൂക്കി വിറ്റു കാശാക്കിയത് ഇന്നും ഇന്നലെയുമല്ല. എങ്കിലും ഇപ്പോൾ അമേരിക്കൻ ഭരണാധികാരി ട്രംപ് ആണ് എന്ന കാരണം കൊണ്ട് തന്നെ പാകിസ്ഥാനും പാക് സൈനിക മേധാവിക്കും അമേരിക്കയോടുള്ള അധിക ആ വിധേയത്വം, അത് ഈ താക്കോൽ ഇടക്കിടയ്ക്ക് ട്രംപ് പൊക്കി കാണിക്കുന്നതുകൊണ്ടാണ്. ആണവായുധം ഇരിക്കുന്ന പെട്ടിയുടെ താക്കോൽ തന്റെ കയ്യിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് അടങ്ങിയിരിക്കുന്ന ട്രംപ് ഇടക്കിടയ്ക്ക് വിളിച്ചു പറയും. പാക് സൈനിക മേധാവിയും പാക് ഭരണകൂടവും അതനുസരിച്ച് തലയാട്ടുകയും ചെയ്യും. ഇതുപോലെ ആത്മാഭിമാനം പോലും മറ്റൊരു രാജ്യത്തിന് മുന്നിൽ പണയം വെച്ച പാകിസ്ഥാനികൾക്ക് ഇന്ത്യയെ പോലെ ഉറച്ച നിലപാടുള്ള ഒരു രാജ്യത്തിന് മുന്നിൽ നിവർന്നു നിൽക്കാനുള്ള ഒരു അധികാരവുമില്ല, യോഗ്യതയുമില്ല. അത് മാത്രമല്ല, വെറുതെ ഇന്ത്യയെ ചൊറിയാൻ ചെന്നാൽ കല്ലറയ്ക്കുള്ളിലെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള നാവ് പോലും ഇന്ത്യ കത്തിച്ചു കളയുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിൽ അവർ വ്യക്തമായതാണ് അവർക്ക്. എന്നിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കാൻ പാക്കികൾക്ക് കഴിയില്ല എന്നതാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. അതായത് ഇന്ത്യ എന്ത് ചെയ്താലും പാകിസ്ഥാൻ നിന്ന് അടി വാങ്ങിക്കൊണ്ടേയിരിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള ഏത് പരമ്പരാഗത യുദ്ധത്തിലും, അതായത് ആണവായുധം ഉപയോഗിക്കാതെയുള്ള ഏത് പരമ്പരാഗത യുദ്ധത്തിലും പാകിസ്ഥാൻ നമ്പർ 1 പരാജയപ്പെടുമെന്നാണ് മുൻ CIA ഉദ്യോഗസ്ഥനും പാകിസ്ഥാനിലെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ചുമതലക്കാരനുമായിരുന്ന ജോൺ കിരിയാക്കോ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. രാജ്യവുമായി അഫ്ഗാനിസ്ഥാൻ യാതൊരു ധാരണയും ഉണ്ടാക്കാത്ത പക്ഷം തുറന്ന യുദ്ധം നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മുന്നറിയിപ്പ് നൽകി. ഇസ്താംബൂളിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നടക്കുന്ന 2ാം ഘട്ട സുരക്ഷാ രാഷ്ട്രീയ ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് ആസിഫിന്റെ ഭീഷണി. അഫ്ഗാനിസ്ഥാൻ സമാധാനം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ധാരണയിലേക്ക് എത്താനായില്ല എങ്കിൽ തുറന്ന യുദ്ധം എന്നതാണ് ഏക മാർഗമെന്ന് ആസിഫ് പ്രസ്താവിച്ചു. അതേസമയം അതിർത്തിയിൽ ഉയർന്നുവരുന്ന സംഘർഷവും വ്യോമാക്രമണങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ കലുഷിതമാക്കിയിട്ടുണ്ട്. ദോഹയിലുണ്ടായ വെടിനിർത്തൽ കരാർ ദീർഘകാലം നിലനിർത്താനുള്ള സംവിധാനം രൂപപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ട് ശനിയാഴ്ച ഇസ്താംബൂളിൽ ആരംഭിച്ച ചർച്ചകൾ 8 മണിക്കൂർ നീണ്ടെങ്കിലും ഔദ്യോഗിക കരാർ ഒപ്പുവെക്കാനായില്ല. എന്നാൽ അതിർത്തി സംഘർഷം ഉടൻ കുറയ്ക്കാമെന്ന വാഗ്ദാനം ഇരുപക്ഷവും നൽകിയെന്ന് CNN ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തു. ബ്രഹ്മോസിന്റെ ഹൈപ്പർസോണിക് വകഭേദമായ ബ്രഹ്മോസ് 2 തദ്ദേശീയമായി ഇന്ത്യയിൽ നിർമ്മിക്കുമെന്ന് റിപ്പോർട്ട്. ഇതിനായി നിർത്തിവെച്ച ചർച്ചകൾ ഇന്ത്യയും റഷ്യയും പുനരാരംഭിച്ചു. ശത്രുക്കൾക്ക് മറ്റൊരു പേടി സ്വപ്നമാകാൻ ഒരുങ്ങുകയാണ് ഈ ഹൈപ്പർസോണിക് മിസൈൽ. പാകിസ്ഥാനെ വിറപ്പിച്ച ഇന്ത്യൻ ബ്രഹ്മോസിന്റെ തനി ഇന്ത്യൻ പതിപ്പ് റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈലായ സിർക്കോൺ 3M22 ഇന്ത്യൻ വകഭേദം തന്നെയാണിത്. ബ്രഹ്മോസ് 2 എന്നറിയപ്പെടുന്ന പുതിയ ഹൈപ്പർസോണിക് മിസൈൽ 10 മടങ്ങ് ശക്തിയോടെ ഇതാ
ശത്രുക്കളെ ലക്ഷ്യമാക്കി പ്രഹരിക്കാൻ ഒരുങ്ങുകയാണ്. അതിന്റെ ആദ്യ പതിപ്പ് സർഫസ് ടു സർഫസ്, കരയിൽ നിന്നും കരയിലേക്ക് വിക്ഷേപിക്കാവുന്ന തരത്തിലായിരിക്കും. ശബ്ദത്തേക്കാൾ 3 മടങ്ങ് വേഗതയുള്ള സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈലുകൾ മാസങ്ങൾക്ക് മുമ്പാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഒന്ന് വിറപ്പിച്ചത്. ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ പാക് വ്യോമത്താവളങ്ങൾ ചാമ്പലായി മാറി. ചൈനീസ് നിർമ്മിത HQ-9 വ്യോമ പ്രതിരോധ മിസൈലുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും ഒന്ന് സ്വിച്ച് ഓൺ ആകാനുള്ള സമയം പോലും നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ കൊടുത്തിട്ടില്ല. മാക് വേഗതയിൽ അത് അതിപ്രഹരം നടത്തുകയാണ്. ഇപ്പോഴാണ് ഈ സാഹചര്യത്തിലാണ് ചൈനയ്ക്കും പാകിസ്ഥാനും വെല്ലുവിളി ഉയർത്തുന്ന ബ്രഹ്മോസ് 2 മിസൈൽ വികസിപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാണുമല്ലോ അല്ലേ, ചൈനീസ് മിസൈലുകൾക്ക് ബ്രഹ്മോസ് മിസൈലിനെ തടുക്കാനാകാത്തതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തിനാണ് ഇത്ര അരിശം കൊള്ളുന്നതെന്ന്. അന്നത്തെ ഇന്ത്യയുടെ പാക് വ്യോമത്താവളങ്ങളിലെ ആക്രമണങ്ങളിൽ US പാകിസ്ഥാൻ നൽകിയ F-16 വിമാനങ്ങളും പെട്ടിരുന്നു. അതിൽ ചിലതൊക്കെ തകർന്ന് ചാരമായി എന്നാണ് ഇപ്പോഴത്തെ വാർത്ത. പക്ഷേ അതിനൊപ്പം അതിനെ പരിപാലിച്ചിരുന്ന ചില അമേരിക്കൻ സൈനികരും കൊല്ലപ്പെട്ടെന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകളുമുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഇപ്പോൾ താരിഫ് അടക്കം കടുത്ത ശത്രുത വെച്ച് പുലർത്തുന്നതെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായിക്കൊള്ളട്ടെ, പാകിസ്ഥാന് കനത്ത നാശനഷ്ടമുണ്ടായ ബ്രഹ്മോസിന്റെ 2ാം പതിപ്പ് റിലീസിംഗിന് ഒരുങ്ങുകയാണ്. ഇപ്പോഴിതാ പാകിസ്ഥാന്റെയും ചൈനയുടെയും ചങ്കെടുപ്പ് കൂട്ടാൻ ഹൈപ്പർസോണിക് വേഗതയിലുള്ള ബ്രഹ്മോസ് 2 മിസൈൽ ഉടൻ തന്നെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. നാഗ്പൂരിലെയും ഹൈദരാബാദിലെയും ബ്രഹ്മോസ് കേന്ദ്രങ്ങളിലാകും ഈ ബ്രഹ്മോസ് 2 നിർമ്മാണം നടക്കുക. സിർക്കോൺ മിസൈലിന്റെ 70% സാങ്കേതിക കൈമാറ്റം ഇന്ത്യക്ക് നൽകണമെന്നാണ് ഇപ്പോൾ ഇന്ത്യ റഷ്യയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇത് സാധ്യമായാൽ ഏതാണ്ട് പൂർണ്ണമായും ഇന്ത്യൻ നിർമ്മിത മിസൈലായി ബ്രഹ്മോസ് 2 മാറും. മുൻകാല UK മലയാളിയും റിട്ടയർഡ് ബ്രിട്ടീഷ് റെയിൽവേ ഉദ്യോഗസ്ഥനുമായിരുന്ന ക്ലെമൻ ലോറൻസ് അന്തരിച്ചു. കൊല്ലം ചെമ്മക്കാട് കുറ്റിപ്പുറം പാലയ്ക്കൽ കുടുംബാംഗമായിരുന്നു. മൃതദേഹം ചെമ്മക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ സംസ്കരിച്ചു. മൈൽ ലോറൻസ് ഭാര്യയും സ്റ്റെഫാൻ, ഡേവിഡ്, ഷാർലറ്റ് എന്നിവർ മക്കളുമാണ്. ലണ്ടനിൽ ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രം എന്ന സാക്ഷാത്കാരമായി പ്രവർത്തിക്കുന്ന ലണ്ടൻ ഹിന്ദു ഐക്യവേദിയും മോഹൻജി ഫൗണ്ടേഷനും ചേർന്ന് ദീപാവലി ആഘോഷങ്ങൾ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു. 2025 ഒക്ടോബർ 25-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ലണ്ടനിലെ തൊണ്ടൻ ഹീത്തിലുള്ള വെസ്റ്റ് തൊണ്ടൻ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് ദീപാവലി ആഘോഷങ്ങൾ നടന്നത്. ആചാര്യൻ താഴൂർ മന ഹരിനാരായണൻ നമ്പീശ്വർ അവരുടെ കാർമ്മികത്വത്തിൽ ഭഗവതി സേവ, വിളക്ക് പൂജ, സഹസ്രനാമാർച്ചന, ചോറൂണ് എന്നിവയും ശേഷം മുരളി അയ്യരുടെ കാർമ്മികത്വത്തിൽ ദീപാരാധനയും നടന്നു. പൂജകൾക്ക് ശേഷം അന്നദാനവും ഉണ്ടായിരുന്നു. ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം ആളുകൾ ദീപാവലി ആഘോഷങ്ങളിലും പ്രത്യേക പൂജകളിലും പങ്കെടുത്തു. ദീപാവലി ആഘോഷങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും ശ്രീ ലണ്ടൻ ഗുരുവായൂരപ്പ സേവ സമിതി നന്ദി അറിയിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 117.33 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 88.06 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 102.39 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 62.99 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ഞായറാഴ്ച പുനരാരംഭിച്ചു. 5 വർഷത്തെ ഇടവേളയ്ക്കു ശേഷമുള്ള ആദ്യ വിമാന സർവീസായ കൊൽക്കത്ത ഗാങ്ചോ ഇൻഡിഗോ വിമാനം ഞായറാഴ്ച രാത്രി 10:07 നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തിരിച്ചു. പ്രാദേശിക സമയം പുലർച്ചെ 4:05 വിമാനം ഗാങ്ചോയിലെത്തും. ഷാങ്ഹായിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള വിമാനങ്ങൾ നവംബർ 9 മുതൽ പുനരാരംഭിക്കും. അതേസമയം ഇൻഡിഗോയുടെ ഡൽഹിയിൽ നിന്നുള്ള ഗാങ്ചോ വിമാന സർവീസ് നവംബർ 10 മുതൽ ആരംഭിക്കും. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിന്റെ ഭാഗമായാണ് പുതിയ നടപടി. ഒക്ടോബർ അവസാനത്തോടെ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആന്ധ്രാപ്രദേശിലെ കർണൂലിൽ 20 പേരുടെ മരണത്തിനിടയാക്കിയ ബസ് അപകടത്തിനു പിന്നിലെ കാരണങ്ങൾ പുറത്തു വന്നപ്പോൾ തെളിയുന്നത് റോഡ് സുരക്ഷയിലെ വൻ പാളിച്ചകൾ. വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ബസ് ഡ്രൈവർ, മദ്യപിച്ച അലക്ഷ്യമായി വാഹനമോടിച്ച ബൈക്ക് യാത്രക്കാരൻ, നിയമങ്ങൾ കാറ്റിൽ പറത്തിയ ട്രാവൽ കമ്പനി എന്നിങ്ങനെയാണ് പാളിച്ചകൾ നീളുന്നത്. ബാംഗ്ലൂരു ഹൈദരാബാദ് ദേശീയപാതയിൽ ബൈക്കുമായി കൂട്ടിയിടിച്ച് തീപിടിച്ച ഡബിൾ ഡക്കർ ബസ് ഓടിച്ചിരുന്നത് മിരിയാല ലക്ഷ്മയ്യ എന്ന ആളാണ്. 5ാം ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ള ഇയാൾ 10ാം ക്ലാസിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് ഡ്രൈവിംഗ് ലൈസൻസ് സംഘടിപ്പിച്ചത്. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ 8ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചിരിക്കണം എന്നതാണ് ചട്ടം.
ബൈക്ക് യാത്രക്കാരനായിരുന്ന ശിവശങ്കർ സ്വാമിയും മദ്യപിച്ചിരുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞു എന്ന് കർണൂൽ റേഞ്ച് ഡെപ്യൂട്ടി IG കോയ പ്രവീൺ വാർത്താ ഏജൻസിയായ PTIയോട് പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രി ധാബയിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനു ശേഷം മദ്യപിച്ചതായി സ്വാമി മൊഴി നൽകിയിട്ടുണ്ട്. ബസ് ഉടമയായ ട്രാവൽ കമ്പനിയുടെ ഭാഗത്തും വീഴ്ചയുണ്ട് എന്ന് പോലീസ് പറഞ്ഞു. അനധികൃതമായാണ് ബസ്സിൽ സ്ലീപ്പർ കോച്ചുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. സുരക്ഷാ പരിശോധനകൾ ഒഴിവാക്കാൻ റീ രജിസ്ട്രേഷൻ നടത്തിയതിലും സംശയങ്ങളുണ്ട്. അപകട സാഹചര്യങ്ങളിലെ ജനാല പൊട്ടിക്കാനുള്ള ഹാമറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ബസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ പറഞ്ഞതായി പോലീസ് അറിയിച്ചു. മധ്യപ്രദേശിൽ നടു റോഡിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരങ്ങൾക്കു നേരെയുണ്ടായ ലൈംഗികാതിക്രമത്തിൽ സംസ്ഥാനത്തെ മന്ത്രിയുടെ വിവാദ പരാമർശം. പോലീസിന്റെ ഭാഗത്തെ വീഴ്ചയെക്കുറിച്ച് പറയുന്നതിനു പകരം മന്ത്രി കൈലാഷ് വിജയ് വർഗിയ നടത്തിയ പ്രസ്താവന പുതിയ പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തി. സംഭവത്തിൽ നിന്ന് കളിക്കാർ ഒരു പാഠം പഠിക്കണമെന്നായിരുന്നു വിജയ് വർഗിയ പറഞ്ഞത്. വിജയ് വർഗിയയുടെ അഭിപ്രായത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും വനിതാ സംഘടനകളിൽ നിന്നും രൂക്ഷമായ വിമർശനം ഉയർന്നു. വിജയ് വർഗിയയുടെ ഈ പ്രസ്താവന അറപ്പുളവാക്കുന്നതും പിന്തിരിപ്പനുമാണ് എന്ന് വിശേഷിപ്പിച്ച് മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അരുൺ യാദവ് രംഗത്തെത്തി. ഇനി കേരള ന്യൂസ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വിന്റർ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. സർവീസുകൾ 22% കൂടും. ഇന്നു മുതൽ 2026 മാർച്ച് 28 വരെയുള്ള വിന്റർ ഷെഡ്യൂൾ കാലയളവിലാണ് സർവീസുകൾ വർദ്ധിക്കുന്നത്. പ്രതിവാര എയർ ട്രാഫിക് മൂവ്മെന്റുകൾ 732 ഉയരും. നിലവിലെ സമ്മർ ഷെഡ്യൂളിൽ ഇത് 600 ആയിരുന്നു. നവി മുംബൈ, മംഗളൂരു, ട്രിച്ചി എന്നിവിടങ്ങളിലേക്ക് കൂടി ഉടൻ പുതിയ സർവീസുകൾ തുടങ്ങും. കണ്ണൂർ, കൊച്ചി, ബാംഗ്ലൂരു, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലേക്ക് സർവീസുകളുടെ എണ്ണം കൂടും. വിദേശ നഗരങ്ങളായ ദമാം, റിയാദ്, കുവൈറ്റ്, ക്വാലാലംപൂർ, മാലെ എന്നിവിടങ്ങളിലേക്കും സർവീസുകൾ വർദ്ധിക്കും. രാജ്യാന്തര സർവീസുകൾ 300 പ്രതിവാര ATMകളിൽ നിന്ന് 326 കൂടും. പ്രതിവാര സർവീസുകൾ അബുദാബി 66, ഷാർജ 56, ദമാം 28, കുവൈറ്റ് 24, മാലെ 24, ദുബായ് 22, മസ്കറ്റ് 22, ക്വാലാലംപൂർ 22, ദോഹ 20, സിംഗപ്പൂർ 14, ബെറിൻ 10, കൊളംബോ 8, റിയാദ് 6, ഹാനിമാധു 4 എന്നിങ്ങനെയായിരിക്കും. ആഭ്യന്തര സർവീസുകൾ പ്രതിവാര ATMകൾ 300-ൽ നിന്ന് 406 ഉയരും. ബാംഗ്ലൂരു 92, ഡൽഹി 84, മുംബൈ 70, ചെന്നൈ 42, ഹൈദരാബാദ് 28, നവി മുംബൈ 28, കൊച്ചി 26, ട്രിച്ചി 12, കണ്ണൂർ 10, പൂനെ 8, മംഗളൂരു 6 എന്നിങ്ങനെയായിരിക്കും സർവീസുകൾ. കോട്ടയം കുറുവിലങ്ങാട് MC റോഡിൽ കുര്യനാട് ചീങ്കല്ലേൽ വളവ് ഭാഗത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. കണ്ണൂർ ഇരിട്ടി സ്വദേശി സന്ധ്യയാണ് മരിച്ചത്. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. 49 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. 18 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. പുലർച്ചെ 1:30ഓടെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് ചീങ്കല്ലേൽ പാലത്തിനു സമീപമുള്ള വളവിൽ മറിഞ്ഞത്. പരിക്കേറ്റവരെ മോനിപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കുറുവിലങ്ങാട് പോലീസും കടത്തുരുത്തി അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി. മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 65 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് കുടുംബം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ എന്നിവർക്കെതിരെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. നവീൻ ബാബുവിനെ അഴിമതിക്കാരനെന്ന് തെറ്റായി പൊതുസമൂഹത്തിന് മുന്നിൽ ചിത്രീകരിച്ചു. മരണശേഷവും പ്രശാന്തൻ പലതവണ ഇത് ആവർത്തിച്ചു എന്നാണ് ഹർജിയിലെ ആരോപണം. ഹർജി ഫയലിൽ സ്വീകരിച്ച പത്തനംതിട്ട സബ് കോടതി ദിവ്യയ്ക്കും പ്രശാന്തിനും നോട്ടീസ് അയച്ചു. ഹർജി അടുത്ത മാസം 11-ന് പരിഗണിക്കും. ഇനി സ്പോർട്സ് ന്യൂസ്. അസ്തമിച്ചെന്ന് വിധിയെഴുതിയവരുടെ ഉയർത്തെഴുന്നേൽപ്പിനാണ് ക്രിക്കറ്റ് 2 ദിവസമായി സാക്ഷ്യം വഹിക്കുന്നത്. അത് രാജ്യാന്തര മത്സരത്തിലായാലും ആഭ്യന്തര മത്സരത്തിലായാലും. ഓസ്ട്രേലിയക്കെതിരായ 3-ാം ഏകദിനത്തിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തിളങ്ങിയതിന്റെ ആവേശത്തിലാണ് ആരാധകർ. രഞ്ജി ട്രോഫിയിലും 2 വെറ്ററൻ താരങ്ങളുടെ മിന്നും പ്രകടനമാണ് അരങ്ങേറിയത്. അജിൻക്യ രഹാനെ, കരുൺ നായർ എന്നിവർ രഞ്ജി ട്രോഫിയിൽ സെഞ്ചുറി നേടി തിളങ്ങി. ഛത്തീസ്ഗഡിനെതിരായ മത്സരത്തിലാണ് മുംബൈ താരമായ രഹാനയുടെ കിടിലൻ ബാറ്റിംഗ്. 303 പന്തിൽ 159 റൺസ് എടുത്ത രഹാനയുടെ ഇന്നിംഗ്സിന്റെ കരുത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ 7-ൽ നിന്ന് 361 റൺസ് എന്ന നിലയിലാണ് മുംബൈ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നികുതി വർധനയിലൂടെ ഭക്ഷ്യവിലകൾ വലിയ തോതിൽ ഉയർന്നേക്കാമെന്ന മുന്നറിയിപ്പുമായി ബ്രിട്ടനിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ. വരുന്ന ബജറ്റിൽ വീട്ടുടമകൾക്കുമേൽ ആഡംബര നികുതിക്ക് പുറമെ ഒരു പുതിയ മാൻഷൻ ടാക്സ് കൂടി ചുമത്താൻ ലേബർ സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ. UK-യിൽ ജോലി സ്ഥലത്തെ വംശീയ സംഭവങ്ങളെ കുറിച്ച് നഴ്സുമാർ ഹെൽപ്പ് ലൈനിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ എണ്ണം 3 വർഷത്തിനിടെ വർദ്ധിച്ചത് 55% ഞെട്ടിക്കുന്ന കണക്കുകൾ.
ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തുന്നതിന് മുൻപ് ഒരു സംയുക്ത വ്യാപാര കരാറിനുള്ള ചട്ടക്കൂടിൽ ധാരണയിലെത്തി യുഎസും ചൈനയും. ബ്രഹ്മോസിന്റെ ഹൈപ്പർസോണിക് വകഭേദമായ ബ്രഹ്മോസ് 2 തദ്ദേശീയമായി ഇന്ത്യയിൽ നിർമ്മിക്കുമെന്ന് റിപ്പോർട്ട്. ഇതിനായി നിർത്തിവെച്ച ചർച്ചകൾ ഇന്ത്യയും റഷ്യയും പുനരാരംഭിച്ചു. പാകിസ്ഥാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ ഇന്ത്യയുമായുള്ള നല്ല പങ്കാളിത്തത്തിന് ഒരു വിലങ്ങുതടിയാകില്ല എന്ന് വ്യക്തമാക്കി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. നീണ്ട 5 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് യുകെയിലേക്ക് വീണ്ടും സർവീസ് ആരംഭിച്ചു. രാജ്യവുമായി അഫ്ഗാനിസ്ഥാൻ യാതൊരു ധാരണയും ഉണ്ടാക്കാത്ത പക്ഷം തുറന്ന യുദ്ധം നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ് മുന്നറിയിപ്പ് നൽകി. ഇസ്താംബൂളിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നടക്കുന്ന 2ാം ഘട്ട സുരക്ഷാ രാഷ്ട്രീയ ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് ആസിഫിന്റെ ഭീഷണി. കർണൂലിൽ 20 പേരുടെ മരണത്തിനിടയാക്കിയ ബസ് അപകടത്തിന് പിന്നിലെ കാരണങ്ങൾ പുറത്തു വന്നപ്പോൾ തെളിയുന്നത് റോഡ് സുരക്ഷയിലെ വൻ പാളിച്ചകൾ. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വിന്റർ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. സർവീസുകൾ 22% കൂടും. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.